അപ്പോൾ രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ലേറ്റായി. നമ്മുടെ സ്വന്തം വീട്ടിലാകുമ്പോൾ നമ്മൾ നല്ല ലേറ്റ് ആകുമല്ലോ. ഇപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടോ, അതാണ് എൻ്റെ അച്ഛമ്മ. അച്ഛമ്മ എന്താ പറയുന്നത് വെച്ചാൽ തണുപ്പിൽ പോയി നിന്നോ, ഞാനിത് വെട്ടിമുറിക്കട്ടെ, എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് അച്ഛമ്മ കേട്ടോ. അച്ഛമ്മ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഓല മുറുക്കിയാണേ. ഈ ഓല കൊണ്ടാണ് നമ്മൾ നെല്ല് പുഴുങ്ങുന്നത്. നെല്ല് പുഴുങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് വയൽ കൃഷിയുണ്ട്. അപ്പോൾ നമുക്ക് അരിയാക്കണമെങ്കിൽ അതിന് മുമ്പേ അത് പുഴുങ്ങണം. ഇത് തെങ്ങിൻ്റെ ഓലയാണ് കേട്ടോ. അപ്പം നമ്മളിത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിങ്ങനെ കഴിച്ചു വെക്കും. കഴിച്ചു വെച്ചിട്ട് ഇത് നമുക്ക് വലിയ അടുപ്പുണ്ടാക്കും. ഇവിടെ സാധാരണ മണ്ണിൽ തന്നെ അടുപ്പുണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ഇത് വെച്ച് കത്തിച്ചിട്ടാണ് നെല്ല് പുഴുങ്ങുക. അപ്പോൾ നല്ല ചൂടുണ്ടാവും. ആ ചൂടിൽ നെല്ല് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് പരിപാടികൾ. ഇവിടെയാണ് നമ്മൾ നെല്ല് പുഴുങ്ങുന്ന സ്ഥലമായിട്ട്. ഇപ്പോൾ അത് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ മുറ്റത്ത് തന്നെ നമ്മൾ അടുപ്പിട്ടിട്ട് അതിലാണ് ഉണ്ടാക്കൽ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുന്നത് അച്ഛമ്മയാണേ. അച്ഛമ്മ ഇങ്ങനെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. ഞാൻ എന്താ ചെയ്യുന്നേ, ഞങ്ങൾ കുറേ കാലം കൂടി കാണുന്നതാണല്ലോ. എന്നോട് വിശേഷം പറച്ചിലും ഇവിടുത്തെ കാര്യങ്ങൾ പറയൽ അങ്ങനെയൊക്കെയാണ്. അപ്പം അച്ഛമ്മയ്ക്ക് ഇപ്പോൾ 75 വയസ്സുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, ഓടിച്ചാടി എല്ലാ കാര്യങ്ങളും അച്ഛമ്മ ചെയ്യും. എല്ലാ പണികളും ചെയ്യും. ഒരു മിനിറ്റ് അച്ഛമ്മ വെറുതെ ഇരിക്കില്ല കേട്ടോ. ഇപ്പം തന്നെ അവിടെ നമ്മളവിടെ ഓല മുറിക്കുന്ന കണ്ടില്ലേ, ആ ആളിപ്പോൾ അതാ പറമ്പിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പറമ്പിലേക്ക് പോയിട്ട് അവിടെ ഞാൻ നോക്കിയപ്പോൾ നമ്മളെ പറമ്പാണേ. ഇതിൽ വന്നപ്പോൾ നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുണ്ടോ, ഇതാ ഗൈസ്, ഇത് സീതാപ്പഴം എന്നാണ് ഞങ്ങൾ പറയില്ല കേട്ടോ. ഇതാണ് അതിൻ്റെ മരം. ഒക്കെ കുറേ ഉണക്കല്ല, വലിയ ഇതില്ല. പക്ഷെ താഴെ വന്നപ്പോൾ എനിക്കൊരു ഫ്രഷ് സീതാപ്പഴം കിട്ടി. പിന്നെ ഇതാ ഇവിടെ കണ്ടോ, ഇതാണ് കാപ്പീൻ്റെ പൂവ്. ഇപ്പോൾ പുതുമഴ കിട്ടി കഴിയുമ്പോൾ ഇങ്ങനെ കാപ്പി പൂവിടും. പറിക്കാത്ത 2 മണി കാപ്പി അതാ അവിടെ ഇരിക്കുന്നു. നല്ല ചുമന്നിരിക്കും കാപ്പി. ഇതാണ് കാപ്പീൻ്റെ പൂവ്. അപ്പോൾ ഞാൻ അച്ഛമ്മയ്ക്കൊരു കമ്പനി കൊടുക്കാൻ വർത്താനം പറയാം എന്നൊക്കെ കരുതിയിട്ട് വന്നാണ്. പിന്നെ നമുക്ക് പറമ്പിലുള്ളതാണ്, ഇതാണ് ജാതി കേട്ടോ. അതിൻ്റെ സൈഡിൽ എവിടെയൊക്കെ ഓരോ കായൊക്കെ ഉണ്ട്, ജാതിക്കായ. അപ്പോൾ നമുക്ക് സീതാപ്പഴം കിട്ടിയതായിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അച്ഛമ്മ മുന്നേ എൻ്റെ നിന്ന് പോയിട്ട് ഇപ്പോൾ നമുക്കത് പൊളിച്ചു നോക്കാം, നല്ലതാണോ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ മുന്നേ പോയിട്ടോ. ഞങ്ങൾ അമ്മേ പറമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയി ഇതാ കേട്ടോ എൻ്റെ സുന്ദരി അച്ഛമ്മേനെ കണ്ടോ. സുന്ദരി അച്ഛമ്മയാണ് എൻ്റെ സുന്ദരി അച്ഛമ്മ. നല്ല അടിപൊളി സീതാപ്പഴം കണ്ട ഗൈസ്, നല്ല അടിപൊളി സീതാപ്പഴം നമ്മൾ തിന്നോട്ടോ. നല്ല മധുരമുണ്ട്, നല്ല ഫ്രഷ് ആയതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ തിന്നാം. നല്ല മധുരം കേട്ടോ. കുരുണ്ടേ, കരേൻ്റെ കുരു, നല്ല മധുരമുണ്ട്, സൂപ്പർ. നമ്മളെ പറമ്പിൽ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് സൂപ്പറാണ് ഗൈസ്, സൂപ്പറാണ്. നമ്മൾ ബേക്കിൽ വന്നിരുന്ന് ഇങ്ങനെ കഴിക്കണേ. അമ്മ ഇതിലൂടെ ഇങ്ങനെ ഓരോ പണിയെടുത്ത് നടക്കുന്നത് കേട്ടോ. നമുക്ക് വീട്ടിൽ വരുമ്പോഴല്ലേ ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റൂ. ഞാൻ സീതാപ്പഴം തിന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അച്ഛമ്മ അത് കഴിച്ചതിൻ്റെ അടുത്ത പരിപാടിക്ക് ഇറങ്ങിട്ടോ. അച്ഛമ്മ എന്താ ചെയ്യുന്നേ പറ. മുഖം തുടക്കിയത്. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ എന്തോ കോലുകൊണ്ട് എന്തോ കുത്തിയിടുകയായിരുന്നു. എന്താ ചെയ്തേ അവിടെ? അച്ഛൻ മുളക് തൈ നട്ടതാട്ടോ. കണ്ടോ, ഈ തക്കാളി ഇതൊക്കെയാണ് കേട്ടോ. അച്ഛമ്മേൻ്റെ
ചെറിയൊരു ഗാർഡനാണിത്. ഗാർഡനല്ല, പച്ചക്കറി നടുന്ന സ്ഥലം. അതാണ് ഗൈസ് നമ്മുടെ പഴയ ആൾക്കാരുടെ ഒരു എന്താ പറയുക ബോഡി എന്ന് പറയുന്നത് അല്ലേ. ഞാൻ കുറച്ചേരം അച്ഛമ്മയുടെ കൂടെ കൂടി നോക്കി. അച്ഛമ്മയുടെ കൂടെ പറമ്പിലേക്ക് പോയി തിരിച്ചു വന്നു. അച്ഛമ്മ ചെയ്യുന്ന പോലെ പറ്റുന്നില്ല. നമുക്ക് അവരുടെ കൂടെ മത്സരിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. മത്സരിച്ച് പോയിട്ട് ഒന്ന് ജസ്റ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അതാ ഗൈസ്. ഇങ്ങനെ നിൽക്കുമ്പോണ്ട് ഞാൻ നോക്കുമ്പോൾ അച്ഛമ്മ നേരത്തെ നമ്മൾ കോടാലി വെച്ച് മുറിച്ചില്ലേ, അത് അച്ഛമ്മ എടുത്തുകൊണ്ട് വരികയാണേ. ഞാൻ എടുക്കട്ടെ? അത് അവിടെ ഇട്ടോ, ഞാൻ എടുത്തിട്ട് പോവാം വിറക്. ഹലോ, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ സമയം 2:30. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വീട് മൊത്തം ക്ലീനിങ് ആയിരുന്നു കേട്ടോ. വീടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി എന്താ നമുക്ക് പരിപാടി എന്ന് വെച്ചാൽ കുറേ ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്. അതാണ് നമുക്ക് അടുത്ത പരിപാടി. നേരത്തെ രാവിലെ ഓലയൊക്കെ ഇവിടെ വെച്ച് സെറ്റാക്കിയില്ലേ, വെട്ടി വെച്ചില്ലേ. അപ്പോൾ നമ്മളിനി നെല്ല് പുഴുങ്ങാൻ പോവാണേ. എന്താ അച്ഛമ്മ നെല്ല് പുഴുങ്ങാൻ റെഡി ആയിട്ടോ. നമ്മൾ സാധാരണ നെല്ല് ഇതാ ഈ ചെമ്പിൽ ഇങ്ങനെ ഇടും. അച്ഛമ്മ എടുത്ത് കളയുന്നത് പതിരാണേ. വെള്ളത്തൊഴിച്ചിട്ട് ഞാനിങ്ങനെ പറയുന്നതിന് അച്ഛമ്മ എന്നെ ഇരുന്ന് കളിയാക്കാം കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കും, നെല്ലിട്ടിട്ട് നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഇടുന്ന സമയത്ത് പതിരായിട്ടുള്ള നെല്ല് ഇങ്ങനെ പൊങ്ങി വരും. അത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ, നമ്മളത് കളയുകയാണ് ചെയ്യുക. കളയുകയെന്ന് പറഞ്ഞാൽ വാഴേൻ്റെയോ തെങ്ങിൻ്റെയോ ഒക്കെ ചോട്ടിലിടും. ഈ പൊങ്ങി നിൽക്കുന്നതൊക്കെ പതിരാണ്, നിങ്ങൾ കാണുന്നില്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ടാവില്ല, അരി ഉണ്ടാവില്ല. അതാണ്. അപ്പോൾ അച്ഛമ്മ അത് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ ബക്കറ്റിലേക്ക് മാറ്റി വെക്കും. ഇനി അതെടുത്ത് കളയും കേട്ടോ. നമ്മളാദ്യം ഇതാണ് നമ്മൾ നെല്ല് പുഴുങ്ങുന്ന ചെമ്പ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മുറ്റത്ത് നമ്മൾ അടുപ്പുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, ആ അടുപ്പ്. ഇനി നമ്മൾ 4 ഭാഗത്തും 3 ഭാഗത്തും നമ്മൾ നേരത്തെ അത് അവിടെ വെച്ചിട്ടുള്ള ഓലയൊക്കെ ഇല്ലേ, ആ ഓലയൊക്കെ ഇട്ട് കത്തിച്ചിട്ട് ഈ നെല്ല് നമ്മൾ പുഴുങ്ങും. നെല്ല് പുഴുങ്ങൽ എനിക്ക് തോന്നുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ വീടുകളിലും ഉണ്ട്. നമ്മുടെ വയനാട്ടിൽ ആദ്യകാലങ്ങളിൽ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ ഇല്ല. ഇപ്പം നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഏരിയ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മളും വേറൊരു ഫാമിലി മാത്രമേ വയൽ കൃഷി എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മാത്രമേ ഈ പരിപാടിയിൽ, ബാക്കി എല്ലാവരും കടയിൽ നിന്ന് അരി മേടിക്കുന്ന പരിപാടിയാണ്. പക്ഷെ നമ്മൾ കുറേ കാലങ്ങളായിട്ട് നമുക്ക് വയലുണ്ട്. അപ്പോൾ അതിൽ നിന്നും കൃഷി ചെയ്ത നെല്ല്, നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വയലിലുണ്ടായ നെല്ല്, അതാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. അപ്പം അച്ഛമ്മ പോയിട്ട് പിന്നെയും കുറച്ചുകൂടെ നെല്ല് കൊണ്ടുവരികയാണേ. ഞാൻ നോക്കിയപ്പോൾ അച്ഛമ്മ അപ്പം അതിൽ കുറച്ചുകൂടെ നെല്ലിട്ടു. എന്നിട്ട് അച്ഛമ്മ അതെല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കുകയാണ്. ഇളക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പം അതിലെല്ലാം കോരി. അപ്പോൾ ഈ അച്ഛമ്മ ഇതിൽ നെല്ല് കൊണ്ടിടാൻ വേണ്ടിയിട്ട് അമ്മയും കൂടി, പിന്നെ ഞാനും കുറച്ചൊക്കെ കൊണ്ടിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പച്ചമീനെ നോക്കി എന്നെ കളിയൊക്കെ കേട്ടോ, നിങ്ങൾ കണ്ടില്ലേ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നവർ അച്ഛമ്മ ഇങ്ങനെ ഇരുന്ന് കളിയാക്കുന്നുണ്ട്. അത് അച്ഛമ്മ അങ്ങനെ കോരി പതിരായിട്ടുള്ള നെല്ല്. ഇവിടെ നമ്മള് പതിര നെല്ലിനെ പൊട്ട് നാട്ട് പറയാം. പൊട്ട് നെല്ല് അല്ല അച്ഛമ്മേ, പൊട്ട് നെല്ല് എന്നാ പറയാ. മതി, ഇനി പോവാ. ഇനി നമുക്കിതിൽ തീ കൊളുത്തിയിട്ട് ബാക്കി പരിപാടി ഞാൻ കാണിച്ചു തരാം. രാവിലെ നമ്മൾ വെട്ടിവെച്ച ഓലയും അതുപോലെ തന്നെ വലിയ മുട്ടി വിറകുന്ന കേട്ടോ ഞങ്ങൾ പറയും, വലിയ തടിച്ചിട്ടുള്ള വിറകില്ലേ, അതെല്ലാം ഇട്ടിട്ട് അങ്ങ് കത്തിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള നീളമുള്ള വിറകിട്ടാൽ എന്താണെന്ന് വെച്ചാൽ എളുപ്പമാണ്, നമുക്കങ്ങ് കത്തി തീരുന്നതിനനുസരിച്ച് തള്ളി ഉള്ളിലോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കാണ് നമ്മൾ നെല്ല് എപ്പോഴും തിളപ്പിച്ച് വെക്കുക. കാരണം വെയിൽ ചൂടായതുകൊണ്ട് പകൽ സമയം നമുക്ക് തീ ചൂടിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റാത്ത കാരണം എപ്പോഴും വൈകുന്നേരം, നെല്ല് പുഴുങ്ങുന്ന ദിവസമാണെങ്കിൽ വൈകുന്നേരമാണ് നമ്മൾ ഇതുപോലെ തിളപ്പിച്ച് വെക്കുക. പിറ്റേ ദിവസമാണ് നമ്മളത് ഒന്നും കൂടെ വേവിച്ച് നെല്ല് ഉണക്കാനിടുക കേട്ടോ. നെല്ല് പുഴുങ്ങുന്ന ദിവസമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുള്ള ദിവസമായിരിക്കണം. കാരണം എങ്ങാനും അതിൻ്റെ ഇടയ്ക്ക് മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെല്ല് ഉണക്കാനായിട്ട് പറ്റില്ല.
അപ്പോൾ നല്ല വെയിലുള്ള സമയത്താണ് കൂടുതലായിട്ട് നമ്മൾ നെല്ലുപുഴുക്ക് നടക്കുക കേട്ടോ. അപ്പോൾ അതായത് ഏപ്രിൽ, മെയ്, മാർച്ച് അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ടും നെല്ലുപുഴുക്ക് ഉണ്ടാവുക. എൻ്റെ വീട്ടിൽ സാധാരണയായിട്ട് കേട്ടോ. കാരണം അപ്പോഴാണ് നല്ല വെയിലുണ്ടാവുന്നത്. കാരണം നമ്മൾ ഇന്ന് തിളപ്പിച്ചിട്ട് നാളെ 2 ദിവസമൊക്കെ ചിലപ്പോൾ നമുക്ക് ഉണങ്ങേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ നെല്ലിൻ്റെ ഈ പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 1 മണിക്കൂറായിട്ടോ. അപ്പോൾ തിളച്ചപ്പോൾ അച്ഛമ്മ അതിലത്തെ തീയൊക്കെ മാറ്റിയിട്ട് പിന്നെയും വെള്ളം ഒഴിച്ച് വെച്ചേ. ഇതിന് എന്ത് ചെയ്യും അച്ഛമ്മേ? ഇനി ഒന്നും ആക്കുന്നില്ല ഇപ്പോൾ. നാളെയോ? നാളെ വെള്ളം കോരി എടുക്കും, എൻ്റെ ബാക്കി കുറ എന്നിട്ട് പിന്നെ വേവിക്കും. അച്ഛമ്മ തിളപ്പിച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചു. ഇനി നാളെ ഈ വെള്ളം കുറേ കോരിയിട്ട് വീണ്ടും തിളപ്പിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതാ നല്ല മഴ വരുന്നുണ്ട്. ആകാശമൊക്കെ നല്ല ഇങ്ങനെ മൂടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ തുള്ളി വീണുകൊണ്ടിരിക്കുക. അപ്പോൾ വേഗം അച്ഛമ്മ തീയൊക്കെ പിരിച്ച് കനൽ മാറ്റിയിടുക കേട്ടോ. ഇനി നാളെയാണ് ഇതൊന്നുകൂടെ വേവിക്കുക. നല്ല മഴ വരുന്നുണ്ട്. മഴ പെയ്യാനായിട്ട് തുടങ്ങി നല്ലതാണ്. നമ്മളിങ്ങനെ നെല്ല് പുഴുങ്ങി കുത്തിയാൽ മാത്രമേ നമുക്കത് പുഴുക്കലരി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പച്ചരി ആയിരിക്കും. നമ്മൾ സാധാരണ പലഹാരങ്ങൾക്കൊക്കെ എടുക്കുന്ന പച്ചരി ആയിരിക്കും. പുഴുങ്ങിയ അരിയാണ് നമ്മൾ സാധാരണ ചോറ് വെക്കാനൊക്കെ ഉപയോഗിക്കുക. പച്ചമ്മ തീ മൊത്തം കിടത്തിട്ടോ, വെള്ളം ഒഴിച്ച് കനൽ മൊത്തം കിടത്തി. എന്നിട്ട് അച്ഛമ്മ പറയാം നമുക്കൊരു മൂടി വെച്ച് അടച്ചു വെക്കാം, അല്ലെ മഴ പെയ്തതിൽ വീണ്ടും വെള്ളം നിറയില്ലേ. അപ്പം നമ്മൾ അത് വെച്ച് അടച്ചു വെച്ചു കേട്ടോ. അതെ, അച്ഛമ്മ പറയാണ് പരിപാടി കഴിഞ്ഞു ഇത്. അപ്പം നമ്മളിനി നാളെ ഇത് എടുത്തിട്ട് വീണ്ടും നെല്ല് വേവിക്കുക ചെയ്യാം. നാളെ ആകുമ്പോഴത്തേക്കും നെല്ല് വെന്തിട്ട് എന്താവും പരിപാടികളൊക്കെ ഞാൻ നാളെ കാണിച്ചു. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇത് പിറ്റേ ദിവസം സെക്കൻഡ് ഡേ ആണേ. ഇന്നലെ നമ്മൾ വെള്ളത്തൊക്കെ ഇട്ട് മൂടി വെച്ചത് ഇന്നിപ്പോൾ തീയൊക്കെ കത്തിച്ച് അതിലെ വെള്ളം മൊത്തം ഊറ്റിക്കളഞ്ഞു. ഇപ്പോൾ നല്ല ഇതിലേക്ക് വെള്ളം ഒഴിക്കും. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കും. അടഞ്ഞ മഴ പിടിക്കുന്നതിന് മുന്നെയാണ് കേട്ടോ നമ്മളിതുപോലെ നെല്ല് പുഴുങ്ങി വെക്കുക. വയനാട്ടിലൊക്കെ സാധാരണ സംസാരത്തിൻ്റെ ഇടയിൽ വരെ വരുന്നൊരു ടോക്കാണ് നെല്ല് പുഴുങ്ങിയോ നിങ്ങളുടെ എന്നുള്ളത്. നമ്മൾ ബാക്കിൽ നെല്ല് പുഴുങ്ങുന്ന അതേ സമയത്ത് നമ്മളിവിടെ നെല്ല് കൊണ്ടിടാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിട്ടോ. ആദ്യം നമ്മൾ ഇത് ചെയ്യുക പരമ്പിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ പരമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ പ്ലാസ്റ്റിക് ചാക്ക് ഒക്കെ വിരിച്ച്, ചാക്കല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചിട്ട് അതിലാണ് കേട്ടോ നെല്ല്. ഇനി അത് നെല്ല് നന്നായിട്ട് തിളച്ച് വെന്ത് കഴിയുമ്പോൾ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടും. എന്നിട്ട് നന്നായിട്ട് ഉണക്കും. അതാണ് പരിപാടി. അപ്പം നെല്ല് വേഗുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ട് ഇങ്ങനെ പൊട്ടിയിട്ട് ആ നെല്ലിൻ്റെ മുകളിലെ തോല്, അതായത് തവിടില്ലേ, അതിങ്ങനെ പിളർന്നിങ്ങനെ വരും. നമുക്ക് ഉള്ളിലുള്ള അരി ഇങ്ങനെ കറക്റ്റ് കാണാം വെന്തിട്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം നന്നായിട്ട് നെല്ല് എന്തോ എന്തോ ഇല്ല, ഒന്നായിട്ടില്ല. നെല്ലുപുഴുക്ക് പറയുന്നത് ശരിക്കും ഒരു 2 ദിവസത്തേക്ക് ഒരു പരിപാടിയാണ് കേട്ടോ. കാരണം ആദ്യം തൊട്ട് വിറക് റെഡിയാക്കണം, പിന്നെ ഇങ്ങനെ പുഴുങ്ങണം. അപ്പോൾ മിക്കവരും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി മേടിക്കുക എന്നുള്ളതാണ്. ഈ പരിപാടിയൊന്നും വേണ്ടല്ലോ എന്ന് കരുതിയായിരിക്കും. ഇപ്പോൾ നെല്ല് നന്നായിട്ട് തിളച്ചു കേട്ടോ. ഇതാ നേരത്തേക്കാളും ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. ആ നെല്ലൊക്കെ നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. വീർത്ത് തന്നെ വെന്തപ്പോൾ തീയൊക്കെ നമ്മൾ പിരിച്ചു വെച്ചു. എന്നിട്ട് അതിൽ അച്ഛമ്മ വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കിട്ടോ. ഇനി നമ്മുടെ പരിപാടി ഇത് നമ്മൾ കോരി ഉണക്കാനിടും. ഇത് അങ്ങനെ വെന്ത നെല്ല് ആ ചൂടോടെ തന്നെയാണ് കേട്ടോ നമ്മൾ ഉണക്കാനിടുക. അത് തണുക്കാനായിട്ടൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യില്ല. അച്ഛമ്മ നല്ല എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ ആ ചൂടുള്ള സാധനം അങ്ങനെ പെട്ടെന്ന് കോരി കൊട്ടയിലേക്ക് ആക്കും. കൊട്ടയിലാക്കിയതിന് ശേഷം നമ്മളത് നേരത്തെ ഞാൻ കാണിച്ച ആ ഷീറ്റിൽ അതിൽ കൊണ്ടുപോയി വിരിച്ചിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നല്ല തിളച്ച് നല്ല ചൂടുള്ള നെല്ലാണ്. എനിക്കൊന്നും അതിൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റുന്നില്ല. പക്ഷെ അച്ചമ്മയൊക്കെ ഇത്ര കാലം അത് ചെയ്തായിരിക്കും അച്ചമ്മയ്ക്ക് ചൂടൊക്കെ കുഴപ്പമില്ലാതായത് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ വെന്ത നെല്ലെന്ന് പറയുന്നത്. ആ തോട് നിന്നും ഇങ്ങനെ വിട്ടിട്ടുണ്ടാവും. അത് നമ്മളിങ്ങനെ കൈകൊണ്ട് പൊളിച്ചിട്ടാണെങ്കിലും നമുക്കത് കയ്യിൽ കിട്ടും. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ആ അരി, ഉള്ളിലെ അരി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമ്മളിതുപോലെ ഇവിടെ കൊണ്ടിട്ടിട്ട് 2 ദിവസം നന്നായിട്ട് ഉണക്കണം. നമ്മളതിന് ഇടയ്ക്കിടയ്ക്ക് ചിക്കുക എന്നാണ് പറയുക കേട്ടോ, നെല്ല് ചിക്കുക എന്ന് പറയുക. ചിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിങ്ങനെ കൈവച്ച് ഇതാക്കി ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം നന്നായിട്ട് ഉണക്കുമ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള അരി നല്ല ഹാർഡാവും. പിന്നെ നമ്മളത് ചാക്കിൽ കെട്ടി വെച്ച് നെല്ലിൽ കൊണ്ടുപോയി കുത്തി അരിയാക്കും. ആ അരിയാണ് പിന്നെ നമ്മൾ കുത്തരിയായിട്ട് ചോറ് വയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് 2 ടൈപ്പ് നെല്ലാണ് കേട്ടോ. ഒന്ന് ഇതുപോലെ നമുക്ക് കുത്തരിയായിട്ട് പുഴുങ്ങലരിയായി ചോറാക്കാനുള്ളതും, പിന്നെ ഒന്ന് നമ്മൾ ഗന്ധകശാല എന്ന് പറയും. നല്ല മണമുള്ള വയനാടിൻ്റെ തനതായ ഒരു നെല്ലാണ്. നമ്മുടെ വടക്കൻ ഏരിയയിലൊക്കെ ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വളരെ ചെറിയ അരിയാണ് കേട്ടോ. ഭയങ്കര സ്മെല്ലാണ് ആ ഒരു നെല്ലിന്. പിന്നെ ഇതുപോലെ നമ്മൾ ഉണങ്ങിയതിന് ശേഷം അച്ഛൻ ഇങ്ങനെ വടിച്ചു കൂട്ടും. അത് പൊലിവാന്തി എന്നാണ് ആ വടിച്ചു കൂട്ടുന്ന സാധനത്തിന് പറയുന്ന പേര് കേട്ടോ. ഇതെന്താ അച്ഛമ്മ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ പൊളിച്ച് നോക്കുകയാണ് ഇതായിട്ടുണ്ടോ എന്നുള്ളത്. കടിച്ചു നോക്കുന്ന സമയത്ത് നല്ല ക്രിസ്പായിട്ട് ഇങ്ങനെ പൊട്ടുന്ന പോലെ ആയിട്ടുണ്ടെങ്കിൽ അതായി എന്ന് പറയും. ഇത് രണ്ടാമത്തെ ഒരു മെത്തേഡാണ്. നമ്മൾ നെല്ലിട്ടിട്ട് ചവിട്ടി തിരുമ്മി നോക്കുന്ന സമയത്ത് നെല്ലിൽ നിന്ന് അരി വിട്ട് വന്നിട്ടുണ്ടെങ്കിലും അത് പാകമായി. ഇതുപോലെ നമുക്ക് അരിമണിയായിട്ട് കയ്യിൽ കിട്ടും. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിലും അത് പാകമായി എന്നാണ് പറയുക. ഇനി നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ നല്ല ചാക്കിൽ കെട്ടി വെച്ചിട്ട് ആവശ്യാനുസരണം കുത്തിക്കുകയാണ് ചെയ്യുക.